Admissions open for next academic year. Pre-KG to class 12. Lakshmi Narayana Vidya Niketan, Panapuram and Lakshmi Narayana Junior School, Ottapalam. ഓരോ തിരഞ്ഞെടുപ്പിലും ബിജെപിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ച മണ്ഡലമാണ് ഷൊർണൂർ എന്നും 3 തവണയും ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് നൽകി വിജയിപ്പിച്ച LDF പ്രതിനിധികൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് LDFനോട് മടുപ്പ് ഉണ്ടായിട്ടുണ്ടെന്നും ഷൊർണൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ്. ഓരോ തിരഞ്ഞെടുപ്പിലും ബിജെപിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ച മണ്ഡലമാണ് ഷൊർണൂർ എന്നും 3 തവണയും ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് നൽകി വിജയിപ്പിച്ച LDF പ്രതിനിധികൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് LDFനോട് മടുപ്പ് ഉണ്ടായിട്ടുണ്ടെന്നും ഷൊർണൂർ നിയോജക മണ്ഡലം BJP സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ് പറഞ്ഞു. ബിജെപിയുടെ അവിടുത്തെ വോട്ട് വിഹിതം നമ്മൾ നോക്കിയാൽ 2011 അവിടെ ബിജെപിക്ക് 10,000 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 2016 ആയപ്പോൾ ബിജെപിയുടെ വോട്ട് 28,000 വോട്ടായി. 2021 ആയപ്പോഴേക്കും ബിജെപിയുടെ വോട്ട് 37,000 ആയി. അങ്ങനെ ബിജെപിയുടെ വോട്ട് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ബിജെപിക്ക് ഓരോ തവണ കഴിയും തോറും കൂടുതൽ വോട്ടുകൾ കിട്ടുന്നുണ്ട്. ഈ വോട്ട് UDFനാവട്ടെ LDFനാവട്ടെ അവർക്ക് കുറയുന്നുണ്ട്. നിലവിലെ MLAക്കെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട് എന്നും നിയമസഭയിൽ ഉൾപ്പെടെ അദ്ദേഹം മണ്ഡലത്തിനു വേണ്ടി സംസാരിച്ചിട്ടില്ല എന്നും ഈ ഭരണവിരുദ്ധ വികാരം ബിജെപിക്ക് ഗുണം ചെയ്യുമെന്നുമാണ് ശങ്കുട്ടി ദാസിന്റെ വിലയിരുത്തൽ. ഈ തവണ പ്രത്യേകിച്ചും MLAക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു വികാരം ആ മണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ 5 വർഷവും MLA വെറുതെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. പ്രത്യേകിച്ചും ഒരു നോൺ പെർഫോമിംഗ് അല്ലെങ്കിൽ അണ്ടർ പെർഫോമിംഗ് MLA ആയിരുന്നു. അദ്ദേഹം തീരെ ആക്റ്റീവ് ആയിരുന്നില്ല. അദ്ദേഹം ഒരു തീരെ ലൗഡർ വോക്കൽ ആയിരുന്നില്ല. അദ്ദേഹം നിയമസഭയിൽ വലിയ കാര്യമായിട്ട് ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾക്കോ അവകാശങ്ങൾക്കോ വേണ്ടിയിട്ട് എന്തെങ്കിലും നിലയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതോ അല്ലെങ്കിൽ ആ മണ്ഡലത്തിലേക്ക് എന്തെങ്കിലും വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നതോ ആ മണ്ഡലത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിലയ്ക്കുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടോ ഒരു വികസന സ്വപ്നമോ തയ്യാറാക്കിയിട്ട് അത് സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ സമർപ്പിക്കുന്നതോ അങ്ങനെ ആ മണ്ഡലത്തിന് വേണ്ടി അതിശക്തമായിട്ട് ഇടപെട്ടിട്ടില്ല. പ്രത്യേകിച്ച് സംഘടനാ സംവിധാനം വളർത്തിക്കൊണ്ടുവരാൻ ബിജെപിക്ക് കഴിഞ്ഞപ്പോൾ UDF മണ്ഡലത്തിൽ ദുർബലപ്പെട്ടതായും സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും UDFൽ വിയോജിപ്പ് ഉണ്ടായിട്ടുണ്ടെന്നും ഇതെല്ലാം ബിജെപിയാണ് ശരിയെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരമാണ് എന്നും ശങ്കുട്ടി ദാസ് പറഞ്ഞു. ഷൊർണൂർ മണ്ഡലത്തിന്റെ പ്രത്യേകത വെച്ചുകൊണ്ട് അവിടെ ആന്റി ഇൻക്യുംബൻസിയുടെ ഗുണഭോക്താവ് BJP ആണ് ആവുന്നത്. കാരണം BJPയും കോൺഗ്രസും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തൊരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 750 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ BJPയും കോൺഗ്രസും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാവട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാവട്ടെ BJP തന്നെ സംഘടനാ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. BJP വളരെ സുസജ്ജമായിട്ടുള്ളൊരു മെഷീനറി അവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം UDFന് ആ നിലയിലുള്ള ഭദ്രമായിട്ടുള്ളൊരു സംഘടനാ സംവിധാനം ഇല്ല. അവർക്കുള്ളിൽ തന്നെ ധാരാളം പ്രശ്നങ്ങളും വൈരുദ്ധ്യങ്ങളും വിയോജിപ്പുകളും ഉണ്ട്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. മാറി മാറി ഭരിച്ച ഇടത് വലതുപക്ഷങ്ങൾക്ക് പുരോഗതി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങൾക്ക് അറിയാമെന്നും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള മോദി ഗവൺമെന്റിന് കഴിയും എന്നുള്ള ബോധ്യം വന്ന ജനങ്ങൾ BJPക്ക് വോട്ട് നൽകുമെന്നും ശങ്കുട്ടി ദാസ് ACVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ഫണ്ടുകളും കേന്ദ്ര പാക്കേജുകളും കേന്ദ്ര പ്രോജക്റ്റുകളും ഷൊർണൂരിലേക്ക് കൊണ്ടുവന്ന് ഷൊർണൂരിന്റെ നഷ്ടപ്പെട്ട 15 വർഷത്തെ അടുത്ത 5 വർഷം കൊണ്ട് തിരിച്ചു പിടിക്കുന്ന നിലയിൽ അതിവേഗത്തിലുള്ള വികസനം നടത്താൻ ശേഷിയുള്ള മാറ്റം കൊണ്ടുവരാൻ ശേഷിയുള്ള ഭാരതീയ ജനതാ പാർട്ടിക്കാണ് നിങ്ങൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യേണ്ടത്.